ഞങ്ങൾ ആദ്യം പോയത് ആനത്താവളത്തിലേക്കാണ്. അങ്ങനെ ആനകളെ എല്ലാം കണ്ട് വാവ കുട്ടേൻ്റെ തോളെ കയറിയിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ നടന്ന് പാറമേക്കാവിൻ്റെ ഫ്രണ്ടിലെത്തി. ഓഹോ, ഇപ്പോഴാണ് ആൾക്കാരെ കാണുന്നത്. ഞാൻ വായി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പന്തം കണ്ട പരിചായി ആദ്യമായിട്ട് തൃശ്ശൂർ പൂരം കാണുന്നതാണ്. സൗണ്ട് കേട്ട് നോക്കിയപ്പോഴാണ് അവിടെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇത് പേരെന്താണെന്ന് അറിഞ്ഞില്ല. ഞാൻ ആ കൊച്ചിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അടുത്ത ഞങ്ങൾ ബോട്ട് നടക്കുന്ന സ്ഥലത്തോട്ടാണ് പോയത്. പക്ഷേ ആ ചേട്ടൻ ഇപ്പം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പം എല്ലാം വീഴും അവിടെ. അത് കഴിഞ്ഞ് വീണ്ടും ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ നടന്ന് അമ്പലത്തിൻ്റെ ഒരു വാതിലിൻ്റെ അവിടെ എത്തി. ഇവിടെ നോക്കി എല്ലാവരും തളർന്നു കുത്തിയിരിക്കുക. 2 ദിവസം മുമ്പേ വന്നവരാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ മെയിൻ ഓപ്പണിംഗ് ആയ വടക്കുന്നാഥിൻ്റെ ഫ്രണ്ടിലെത്തി. ഒതുങ്ങി നിൽക്കാൻ നോക്കിയപ്പോൾ മരത്തിൻ്റെ മണ്ടയ്ക്ക് വരെ ആൾക്കാർ കയറിയിരിക്കുന്നു. മരത്തിൻ്റെ മണ്ടയ്ക്ക്, അമ്പലത്തിൻ്റെ മതിലിൻ്റെ മണ്ടയ്ക്ക്, ആംബുലൻസിൻ്റെ മണ്ടയ്ക്ക് ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ. എൻ്റെ ദൈവം, ഇത്രയധികം ജനങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വടക്കുന്നാഥിലെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പാറമേക്കാവിലെ ആനകൾ നിൽക്കുന്നത് കണ്ട് ഞങ്ങൾ ഇതിനടുത്ത് നിൽക്കി ചെന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഓടി ഒരു വീട്ടിൽ അതിൻ്റെ അടുത്ത് ചെന്ന് കണ്ട്. ഇനി അവിടെ എന്താ പന്തികേടാകുമെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഞങ്ങൾ പതിയെ സൈഡിലേക്ക് വലിഞ്ഞു. ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയി ഇരിക്കുമായിരുന്നു ഞാൻ. അച്ഛനും മോളും അവിടെ നിന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടി ഏകദേശം കഴിയാറായി. കുട ഇറക്കി, ആനകളുടെയും കുട മടക്കി തിരിച്ചു പോകുന്ന തിരക്കിലാണ്. ഇറങ്ങാൻ പറ്റാതെ ഇവിടെ കുത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല കപ്പല്ലേ? തിരിച്ചു പോകാൻ വേണ്ടി നിന്നപ്പോഴത്തേനും ദേണ്ട അക്രുവിൻ്റെ വെല്ലിച്ചനും വെല്ലുമ്മയും വന്ന് അവർക്കൊരു പട്ടീനെ വാങ്ങിക്കൊടുത്തു. ഇനി ഇതിനെ ചുവന്നുകൊണ്ട് വേണം ഞാൻ വീട്ടിലേക്ക് പോകാൻ. കണ്ട
അവൾ ഊതി കളിക്കുന്നു, ഞാനിത് ഇതിനെ പിടിച്ചു നടക്കണം. നാട്ടുകാരെല്ലാവരും എന്നെ നോക്കായിരുന്നു പട്ടിയെ പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അവസ്ഥ കണ്ടോ? അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ ബൈ. ഞങ്ങൾ പോവാണേ, രാത്രിയായി.